ഷാഹുൽ ഹമീദ് ഒരു ഗുരുവല്ല, ഫ്രോഡ് ആണെന്നതിനുള്ള 15 തെളിവുകൾ. നിങ്ങളിൽ നിന്ന് യാതൊരു പ്രതിഫലവും ചോദിക്കാത്തതും ശരിയായ വഴിയിൽ നയിക്കപ്പെട്ടവരെയും നിങ്ങൾ പിന്തുടരുക. സൂറത്തുൽ യാസീനിൽ 21-ാമത്തെ ആയത്ത്. എന്നാൽ ഷാഹുൽ ഹമീദ് പ്രതിഫലം ചോദിച്ചു വാങ്ങുന്നു, നേരായ മാർഗത്തിലല്ല താനും. 2. സ്നേഹബന്ധങ്ങളെ അധികാരം ഉപയോഗിച്ച് തടഞ്ഞുവെക്കുന്നു. സ്നേഹത്തെ നിഷേധിച്ചവർക്കെല്ലാം ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലാണു സ്ഥാനം. 3. അധ്വാനിക്കാതെ പണം സമ്പാദിക്കുന്നു. മറ്റുള്ളവരുടെ സ്വത്തുക്കൾ അടിച്ചുമാറ്റി പണക്കാരനായി. ഉദാഹരണം, കീഴ്ശേരിയിലെ അമ്മായിയുടെ സ്വത്ത് കൈക്കലാക്കിയ കഥ നിങ്ങൾ കേട്ടിരിക്കും. 4. സക്കാത്തിൽ കൈയിട്ടു വാരുന്നു. ഏകദേശം 3 കോടിയിലേറെ പിരിക്കുന്നു, എന്നിട്ട് 30 ലക്ഷം മാത്രം വിതരണം ചെയ്യുന്നു. കണക്ക് ഒരിക്കലും അവതരിപ്പിക്കില്ല. 5. പ്രായമായവരിൽ നിന്ന് പോലും ഒളിപ്പില്ലാതെ കാണിക്ക വാങ്ങി പോക്കറ്റിലാക്കുന്നു. 6. നുണ യഥേഷ്ടം പറയുന്നു. ഇന്ന് ഒരു കാര്യം പറഞ്ഞാൽ നാളെ അത് മാറ്റി പറയാൻ ഒരു മടിയും ഇല്ല. ഉദാഹരണം, ഭ്രഷ്ട് ഇല്ല എന്ന് പത്രക്കാരോട് പറഞ്ഞു, എന്നിട്ട് ഭ്രഷ്ട് പാലിക്കാത്തതിന്റെ പേരിൽ പ്രായമായ സ്ത്രീയെ പ്രസ്ഥാനത്തിൽ നിന്നും പുറത്താക്കി. 7. പണക്കാരായ അനുയായികളുടെ വലിയ പ്രശ്നങ്ങൾ അവഗണിച്ച് പാവപ്പെട്ട ആളുകളുടെ ചെറിയ പ്രശ്നങ്ങൾക്ക് കൊടും ശിക്ഷ നൽകുന്നു. 8. പണക്കാർക്ക് എപ്പോഴും മുൻതൂക്കം നൽകുന്നു. 2 പേർ ഒരുമിച്ച് സിഗരറ്റ് വലിച്ചപ്പോൾ അതിലെ പണക്കാരനെ ശകാരിച്ചു. വിട്ടു പാവപ്പെട്ടവനെ സംഘടനയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. 9. തന്റെ മകന്റെ ചോക്ലേറ്റ് കടയിലെ കാലാവധി തീർന്ന ഉൽപ്പന്നങ്ങളുടെ ഡേറ്റ് മാറ്റി എഴുതി വിൽക്കുന്നു. 10. ആളുകളോട് കടം വാങ്ങി സമയത്തിന് തിരികെ നൽകാതെ കളിപ്പിക്കുന്നു. 11. അനുയായികളുടെ സ്വത്തുക്കൾ മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലക്ക് കൈക്കലാക്കുന്നു. 12. തന്റെ സ്വത്തുക്കൾ അനുയായിക്ക് വിൽക്കുമ്പോൾ മാർക്കറ്റ് വിലയേക്കാൾ കൂടിയ വിലക്ക് വിൽക്കുന്നു. മുകളിൽ പറഞ്ഞ അമ്മായിയുടെ സ്വത്ത് കൈക്കലാക്കിയതിന് അത് കീഴ്ശേരിയിലുള്ള സൈനബ സിസ്റ്റർ എന്ന പേരുള്ള ആൾക്ക് മാർക്കറ്റ് വിലയേക്കാൾ ഒരുപാട് കൂടിയ വിലക്ക് വിറ്റു. 13. എല്ലാ കുൽസിത പ്രവർത്തികൾക്കും ചുക്കാൻ പിടിച്ചിട്ട് പഴി കേൾക്കുമ്പോൾ അത് അതത് ഭാരവാഹികളുടെ തലയിൽ കെട്ടിവയ്ക്കും. ഇതു കേൾക്കുന്ന ഭാരവാഹികൾക്ക് ഇതു എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. 14. ആഴ്ച തോറും ക്ലാസ്സിൽ PR വർക്ക് നടത്തി വെള്ള പൂശാൻ ശ്രമിക്കുന്നു. ചില പ്രാസംഗികർ കരയുമ്പോൾ പുറകിൽ ഗത്യന്തരം ഇല്ലാത്തതുകൊണ്ട് മാത്രം ക്ലാസ്സിൽ വരുന്ന യുവാക്കൾക്ക് ചിരി പിടിച്ചു വയ്ക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടാവുന്നു. 15. അടുത്തിടെ ഒളവന്ന ഒരാളുടെ ഭാര്യയും മക്കളും ഷാഹുൽ ഹമീദിന്റെ തീക്കൊള്ള കണ്ടു സഹിക്കാതെ പ്രസ്ഥാനത്തിൽ നിന്നും ഒഴിഞ്ഞുപോയിരുന്നു. ഇവരുടെ ഭർത്താവിനെ വിളിച്ചുവരുത്തി കുഞ്ഞുങ്ങളെയും ഭാര്യയെയും ഒഴിവാക്കാനും വേറെ വിവാഹം കഴിക്കാനും നിർബന്ധിച്ചു. ഒടുവിൽ അയാളുടെ തനി കോണം മനസ്സിലാക്കിയ ഭർത്താവും പ്രസ്ഥാനം വിട്ടുപോയപ്പോൾ ഭാര്യയെ സംരക്ഷിക്കാൻ താൻ പറഞ്ഞേച്ചതാണ് എന്ന് പറഞ്ഞു PR വർക്ക് നടത്തി. ഇനിയുമുണ്ട്, എന്നാൽ തൽക്കാലം 15-ൽ നിർത്താം. വിശ്വാസികളെ, ബിൻ ലാദൻ, ഈദി അമീൻ, കിം ജോങ് ഉൻ ഇവരെയെല്ലാം അടിയുറച്ചു വിശ്വസിച്ചു ദൈവം പോലെ കാണുന്നവരുണ്ട്. നിങ്ങളും അവരെ പോലെയാവാതെ സൂക്ഷിക്കുക. ഇവരൊക്കെ മറ്റുള്ളവരെ ഉപദ്രവിച്ചതിനേക്കാൾ അവരുടെ അനുയായികളെയാണ് കൂടുതൽ ഉപദ്രവിച്ചത് എന്ന് മനസ്സിലാക്കുക. ചരിത്രത്തിന്റെ നല്ല ഭാഗമാവാൻ ശ്രമിക്കുക.